കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാ സഹോദരന്മാർക്കും സ്നേഹവന്ദനം. പ്രിയ സഹോദരന്മാരെ, ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന കാര്യമെന്ന് പറയുന്നത്, ഇന്ത്യയിലും ഇന്ത്യക്ക് വെളിയിലുമെല്ലാം അറിയപ്പെടുന്ന ഒരു പ്രസിദ്ധനായ വചന ശുശ്രൂഷകനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് പാസ്റ്റർ എം എ വർഗീസ് എന്നാണ്. അപ്പോൾ എം എ വർഗീസ് എന്ന് പറയുന്ന ആ പാസ്റ്റർ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകൾക്കും സുവിശേഷത്തിനും വിരോധമായി ചില കാര്യങ്ങൾ സംസാരിക്കുന്നത് ഞാനൊരു വീഡിയോയിൽ ശ്രദ്ധിക്കുവാനായിട്ടിടയായി. അപ്പോൾ ആ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലൊന്ന് പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആ ശുശ്രൂഷകൻ പറയുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് വിരുദ്ധമായി അല്ലെങ്കിൽ പുതിയ നിയമത്തിന് വിരോധമായി അദ്ദേഹം സംസാരിക്കുന്ന കാര്യം നിങ്ങൾ ആദ്യം ഒന്ന് ശ്രദ്ധിക്കണം. അതിനുശേഷം ഞാൻ ആ കാര്യം നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമുക്ക് കേട്ട് നോക്കാം. വികലാംഗരായ കുഞ്ഞുങ്ങളുടെ ജനനം, ഞാനതിനകത്ത് ഒരു ചരിത്രം എപ്പോഴും പറയാറുള്ളത് ഇന്നും ആവർത്തിക്കാം. വികലാംഗരായ കുഞ്ഞുങ്ങളുടെ ജനനം മാതാപിതാക്കളുടെ ഏതോ ശാപമാണ്. അടുത്തത്, കുഞ്ഞുങ്ങൾ വികലാംഗരായി ജനിക്കുക. ചിലതിൻ്റെ മാനസിക പ്രശ്നം, ചിലതിന് കിഡ്നിയില്ല, വേറെ ചിലതിന് ഹാർട്ടിന് കിഴുത്ത, വേറെ ചിലതിന് അണ്ണാക്കില്ല, നാക്കില്ല. വികലാംഗരായി കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിൻ്റെ പുറകിൽ അംഗവൈകല്യത്തോടെ കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് ശാപത്തിൻ്റെ ലക്ഷണമാണ്. അത് മാതാപിതാക്കളുടെയോ വല്യപ്പന്മാരുടെയോ ശാപത്തിൻ്റെ ലക്ഷണമാണ്. വികലാംഗരായ കുഞ്ഞുങ്ങളുടെ ജനനത്തിൻ്റെ പുറകിൽ ശാപങ്ങളുണ്ട്. സ്നേഹ കല്യാണങ്ങളും വിവാഹങ്ങളും ഒക്കെ നടന്ന് പിള്ളേർ വീട്ടിൽ നിന്ന് പറഞ്ഞേക്കാതെ ഇറങ്ങിപ്പോകുമ്പോൾ അപ്പനും അമ്മയും പറയുന്ന ചില വാക്കുകളൊക്കെ കാണും കേട്ടോ. അവരുടെ എണ്ണത്തിൽ നിന്ന്, അവരുടെ ദുഃഖത്തിൽ നിന്ന് വരുന്ന വാക്കുകളാണ്. ചിലപ്പോൾ 3-4 തലമുറ കഴിയുമ്പോഴായിരിക്കും ചങ്കില്ലാത്ത പിള്ളേരും കിഡ്നി ഇല്ലാത്ത കൊച്ചും ബുദ്ധിയില്ലാത്ത പിള്ളേരും ഒക്കെ ഇങ്ങോട്ട് ജനിച്ചു വരുന്നത്. ആരോഗ്യമുള്ള ദമ്പതികൾ വിവാഹിതരായാൽ ആദ്യത്തെ 1 വർഷം കൊണ്ട് ഒരു കുഞ്ഞ് ജനിച്ചിരിക്കണം. ഏറ്റവും താമസിച്ചാലും 2 വർഷത്തിനകം 1ാമത്തെ കുഞ്ഞ് ജനിച്ചിട്ടില്ലെങ്കിൽ ആ കുടുംബം ഒരു ശാപത്തിന്റെ കീഴിലാകാം. അത് ഇന്ത്യൻ സാഹചര്യത്തിൽ വിവാഹിതരായി ആദ്യത്തെ 3 വർഷത്തിനകം ആദ്യത്തെ കുഞ്ഞ് ജനിച്ചിട്ടില്ലെങ്കിൽ ആ കുടുംബം ശാപത്തിന് കീഴിലാകാം. എക്സ്പെഷ്യലി ഒരു പെൺകുട്ടി ഗർഭിണിയായ ശേഷം ഗർഭനാശം സംഭവിച്ചാൽ, അത് ഒന്നിനു ശേഷം 1, 2, 3 പ്രാവശ്യം ആയാൽ ആരോടും ചോദിക്കേണ്ട, ആ കുടുംബം ശാപത്തിന്റെ കീഴിലാണ്. അനുഗ്രഹം ബാക്കിയുടെ നമുക്ക് കേട്ടു നോക്കാം. ശത്രുവിന്റെ മേൽ ജയം അനുഗ്രഹത്തിന്റെ ലക്ഷണമാണ്. ശത്രുവിന്റെ മുൻപിലെ തോൽവി ശാപത്തിന്റെ ലക്ഷണമാണ്. ഞാൻ കേസിന് പോയാലും പരാജയപ്പെടും. ഒന്നി പറയും വക്കീല് ചതിച്ചു, ഇല്ലെന്നുണ്ടെങ്കിൽ ജഡ്ജി തിരിഞ്ഞു വീണു. എന്തൊക്കെ പറഞ്ഞാലും ശത്രുവിന്റെ മുമ്പിലെ പരാജയം ശാപത്തിന്റെ ലക്ഷണവും ശത്രുവിന്റെ മുമ്പിലെ ജയം അനുഗ്രഹത്തിന്റെ ലക്ഷണവുമാണ്. ജീവിതത്തിൽ തൊടുന്നതിലൊക്കെയും ഉന്നതി അനുഗ്രഹത്തിന്റെ ലക്ഷണമാണ്. നീ വാലല്ല തലയാകും, നീ നടുവല്ല തലയാകും, നീ ഉയർച്ച തന്നെ പ്രാപിക്കും. തൊടുന്നതിലൊക്കെയും ഉയർച്ച ലഭിക്കുന്നത് അനുഗ്രഹത്തിന്റെ ലക്ഷണമാണ്. തൊടുന്നതിലൊക്കെയും കീഴ്ഗതി ശാപത്തിന്റെ ലക്ഷണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ടല്ലോ. അദ്ദേഹം പറയുന്ന കാര്യങ്ങളെല്ലാം പെന്തക്കോസ്തിലുള്ള 98% വിശ്വാസികളും ശപിക്കപ്പെട്ടവരാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ ദാരിദ്ര്യം ശാപമാണ്, അല്ലെങ്കിൽ കീഴ്ഗതി ശാപമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കേരളക്കരയിലെ ആണെങ്കിലും ആദ്യ കാലത്തുള്ള പെന്തക്കോസ്തുകാരെല്ലാവരും 98% പേരും ദരിദ്രരായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എം എ വർഗീസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വിഷൻ അനുസരിച്ച് അല്ലെങ്കിൽ വെളിപ്പാടനുസരിച്ച് ഈ 98% പെന്തക്കോസ്തുകാരും ശാപഗ്രസ്തരാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം സംസാരിക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന വിശ്വാസികളെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, അവരെല്ലാവരും വളരെ നിരാശയോടുകൂടി, ഇനി അവർക്ക് യാതൊരു പ്രത്യാശയും ഇല്ലാത്ത ഒരു മുഖഭാവത്തോടു കൂടിയാണ് അവരിയ്ക്കുന്നത്. അദ്ദേഹം സ്റ്റേജിൽ നിന്നുകൊണ്ട് മൊത്തം ശാപമാണെന്നാണ് പറയുന്നത്. ഒരു കുടുംബത്തിൽ കല്യാണം കഴിച്ചിട്ട് കുട്ടികൾ ഉണ്ടായില്ലെങ്കിൽ അത് ശാപമാണ്. കുട്ടികളെങ്ങാനും അബോർഷനായി പോയി കഴിഞ്ഞാൽ അത് ശാപമാണ്. ഒരു മേൽഗതി ഉണ്ടായില്ലെങ്കിൽ അത് ശാപമാണ്. ദാരിദ്ര്യം അത് ശാപമാണ്. മക്കൾ അനുഗ്രഹിക്കപ്പെടാത്തതിൻ്റെ കാരണം പിതാക്കന്മാരുടെ ശാപമാണ്. ഇങ്ങനെ അദ്ദേഹം എല്ലാ കാര്യങ്ങളും ശാപമാണെന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുന്ന വിശ്വാസികളെ വാസ്തവത്തിൽ നിരാശരാക്കുകയും അവരുടെ സന്തോഷത്തെ കെടുത്തിക്കളയുകയും ചെയ്യുന്നതാണ് ഈ എം എ വർഗീസ് എന്ന് പറയുന്ന പാസ്റ്ററുടെ ദൂത്. എന്നാൽ പ്രിയ സഹോദരന്മാരെ, ഈ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിനും പുതിയ നിയമത്തിനും തികച്ചും എതിരായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്ന കാര്യങ്ങൾ. അദ്ദേഹത്തിന് ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, അദ്ദേഹം ഒരു അറിയപ്പെടുന്ന ഒരു പ്രസംഗകനും
ബൈബിൾ ടീച്ചറും ഒക്കെയാണ്. അപ്പോൾ അദ്ദേഹം ഇത്രമാത്രം ഉന്നത സ്ഥാനം അലങ്കരിക്കുന്ന അദ്ദേഹത്തിലൂടെ ഇതുപോലെയുള്ള ദുരുപദേശങ്ങൾ പ്രചരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ദൈവത്തിൻ്റെ ദാസനാണെന്നുള്ള തെറ്റിദ്ധാരണയാൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങളെല്ലാം വേദപുസ്തകത്തിൽ ഉള്ളതാണ് എന്നുള്ള ധാരണയാൽ വിശ്വാസികളെല്ലാം ഏറ്റെടുക്കും എന്നുള്ളതാണ്. എന്നാൽ വേദപുസ്തകം വായിച്ച് പരിജ്ഞാനമില്ലാത്ത വിശ്വാസികളെ തെറ്റിച്ച് കളയുവാനായിട്ട് പിശാച് ഇങ്ങനെയുള്ള ശുശ്രൂഷകന്മാരിലൂടെയും ദൈവവചനത്തെ തെറ്റായി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ആ വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാനായിട്ട് കഴിയും. അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല എന്ന് എനിക്ക് തോന്നിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത് പിതാക്കന്മാരുടെ ശാപം കാരണമാണ് കുട്ടികൾ അലസിപ്പോകുന്നതും അതുപോലെ തന്നെ കുട്ടികൾ ജനിക്കാതിരിക്കുന്നതുമെല്ലാം പിതാക്കന്മാരുടെ ശാപം കാരണമാണ്. അല്ലെങ്കിൽ 3-4 തലമുറ കഴിയുമ്പോൾ കുട്ടികൾക്ക് ശാപം വരുന്നതിൻ്റെ കാരണം അവൻ്റെ മാതാപിതാക്കളുടെയോ അല്ലെങ്കിൽ വല്യപ്പന്മാരുടെയോ ശാപമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യമല്ല, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ പുതിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യമല്ല എന്ന് തെളിയിക്കുവാനായിട്ട് ഞാൻ 2 വചനങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതൊന്ന് യെഹെസ്കേലിൻ്റെ പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യമാണ്. നിങ്ങൾ ആ യെഹെസ്കേലിൻ്റെ പുസ്തകം 18-ാം അധ്യായം നിങ്ങളൊന്ന് വായിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് ആദ്യം പറയാനുള്ളത്. അതിൻ്റെ 18-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യം ആദ്യം ഞാൻ വായിച്ചതിന് ശേഷം 20-ാം വാക്യം വായിക്കാം. അവിടെ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ, അപ്പന്മാർ പച്ചമുന്തിരിങ്ങ തിന്ന് മക്കളുടെ പല്ലു പുളിച്ചു എന്ന് നിങ്ങൾ ഇസ്രായേൽ ദേശത്തെ ഒരു പഴഞ്ചൊല്ല് പറയുന്നതെന്ത്? എന്നിട്ട് ദൈവത്തെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ട് പറയുകയാണ്, എന്നാണേ ദൈവം സത്യം ചെയ്ത് പറഞ്ഞൊരു കാര്യമാണ് കേട്ടോ ഇത്. ദൈവത്തെ കൊണ്ട് സത്യം ചെയ്ത് പറഞ്ഞൊരു കാര്യമാണ്. എന്നാണേ നിങ്ങൾ ഇനി ഇസ്രായേലിൽ ഈ പഴഞ്ചൊല്ല് പറവാൻ ഇടവരികയില്ല എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. അപ്പോൾ ദൈവം സത്യം ചെയ്ത് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ദൈവം സത്യം ചെയ്ത് ഇസ്രായേലിനോട് പറഞ്ഞ കാര്യമാണ്. ഞാൻ 20-ാം വാക്യം വായിക്കാം. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. മകൻ അപ്പൻ്റെ അകൃത്യം വഹിക്കേണ്ട, അപ്പൻ മകൻ്റെ അകൃത്യവും വഹിക്കേണ്ട. നീതിമാന്റെ നീതി അവൻ്റെ മേലും ദുഷ്ടൻ്റെ ദുഷ്ടത അവൻ്റെ മേലും ഇരിക്കും. ഇവിടെ ഈ എം.എ. വർഗീസ് എന്ന് പറയുന്ന ആ പാസ്റ്റർ പറയുന്നത് മാതാപിതാക്കളുടെ ശാപം മക്കൾക്ക് വരുന്നത് കൊണ്ടാണ് അവർക്ക് അനുഗ്രഹമില്ലാതെ അവർ ശാപഗ്രസ്തരായി പോകുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ യെഹെസ്കേലിലൂടെ ദൈവത്തെ കൊണ്ട് ദൈവം തന്നെ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞൊരു കാര്യമാണ്, അപ്പൻ പച്ചമുന്തിരിങ്ങ തിന്നാൽ മക്കളുടെ പല്ലു പുളിക്കില്ല. അതായത് അപ്പൻ്റെ അകൃത്യം ദൈവം മക്കൾക്ക് കണക്കിടില്ല, അല്ലെങ്കിൽ അപ്പൻ്റെ ശാപം മക്കൾക്ക് ഉണ്ടാകത്തില്ല എന്നാണ് ദൈവം യെഹെസ്കേലിലൂടെ പറഞ്ഞത്. അത് ദൈവം സത്യം ചെയ്ത് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ നിന്ന പച്ചമുന്തിരിങ്ങയുടെ ഫലം മക്കൾ അനുഭവിക്കേണ്ട എന്ന് ഇനി മുതൽ നിങ്ങൾ ഇസ്രായേലിൽ പറയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം അപ്പൻ്റെ അകൃത്യം, മാതാപിതാക്കളുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ വരും എന്ന് പുറപ്പാട് പുസ്തകത്തിൽ ദൈവം അരുളി ചെയ്ത കാര്യമുണ്ട്. ആ കാര്യം ദൈവം തിരുത്തി പറഞ്ഞ കാര്യമാണ്. അത് ദൈവം തിരുത്തി പറഞ്ഞപ്പോൾ എന്നാണേ എന്ന് പറഞ്ഞത് സ്വന്തം സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞ കാര്യമാണ്, അപ്പൻ്റെ അകൃത്യം മക്കൾ വഹിക്കണ്ട എന്നുള്ളത്. അപ്പോൾ ഈ സത്യം ഈ എം.എ. വർഗീസ് എന്ന് പറയുന്ന പാസ്റ്റർക്ക് മനസ്സിലായില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഇനി ഇത് തന്നെ പുതിയ നിയമത്തിലും പറയുന്നുണ്ട്. ഇതേ കാര്യം തന്നെയാണ് പുതിയ നിയമവും പറയുന്നത്. ഈ പുതിയ നിയമം ആ പാസ്റ്റർ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. കാരണം അദ്ദേഹം പറയുന്നത് മൊത്തം പുതിയ നിയമത്തിനെതിരാണ്. പുതിയ നിയമത്തിനും എതിരാണ്, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകൾക്കും എതിരാണ്. അപ്പോൾ ഇനി ഞാൻ പുതിയ നിയമത്തിൽ നിന്ന് ഗലാത്യ ലേഖനത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കാം. അത് ഗലാത്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യമാണ്. ആ 13-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്ന് ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. ന്യായപ്രമാണത്തിൽ ഇന്ന കാര്യങ്ങൾ ചെയ്താൽ ശാപിക്കപ്പെടും, ഇന്ന കാര്യങ്ങൾ ചെയ്താൽ അനുഗ്രഹിക്കപ്പെടും എന്നുള്ള ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥ പ്രകാരമുള്ള ആ ശാപത്തിൽ നിന്ന് ക്രിസ്തുയേശു നമുക്ക് വേണ്ടി ശാപമായി തീർന്നുകൊണ്ട് അവൻ ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി.
ന്യായപ്രമാണത്തിൻ്റെ കീഴിലുണ്ടായിരുന്ന മനുഷ്യരെ കർത്താവായ യേശുക്രിസ്തു വിലയ്ക്ക് വാങ്ങിയത് അവരുടെ ശാപത്തെ നീക്കിക്കൊണ്ട് ന്യായപ്രമാണത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും ആ ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്നും അവരെ വിലയ്ക്ക് വാങ്ങി എന്നാണ് പറയുന്നത്. അപ്പോൾ ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് ജനത്തെ ക്രിസ്തു സ്വതന്ത്രരാക്കി എന്നുള്ളതാണ്. ക്രിസ്തു ചെയ്ത ആ പ്രവൃത്തിയെ എം.എ. വർഗീസ് അംഗീകരിക്കുന്നില്ല. ക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിന് കീഴിലായിരുന്ന ദൈവജനത്തെ ആ ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ നിന്ന് ക്രിസ്തു സ്വതന്ത്രരാക്കി. പക്ഷേ ആ ക്രിസ്തു ആ ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ നിന്ന് അവരെ സ്വതന്ത്രരാക്കുകയും അവരുടെ ശാപം നീക്കുകയും ചെയ്ത് എന്നുള്ള കാര്യം എം.എ. വർഗീസ് എന്ന് പറയുന്ന മനുഷ്യൻ അംഗീകരിക്കുന്നില്ല. യഹെസ്കേലിലൂടെ ദൈവം പറഞ്ഞ കാര്യവും എം.എ. വർഗീസ് അംഗീകരിക്കുന്നില്ല. എം.എ. വർഗീസ് ന്യായപ്രമാണത്തിൻ്റെ ശാപം ഇന്നും മനുഷ്യരുടെ മേലുണ്ടെന്ന് പറഞ്ഞ് മനുഷ്യരെ നിരാശപ്പെടുത്തുന്ന ശുശ്രൂഷയാണ് അദ്ദേഹം ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാണെങ്കിൽ, മക്കൾക്ക് അനുഗ്രഹം വന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം, അല്ലെങ്കിൽ അവനൊരു ബിസിനസ് തുടങ്ങിയിട്ട് അത് ഉയർച്ച പ്രാപിച്ചില്ലെങ്കിൽ അതിൻ്റെ കാരണം അത് ശാപമാണ്. ഒരു കേസ് കൊടുത്തിട്ട് ആ കേസ് വിജയിച്ചില്ലെങ്കിൽ അതിൻ്റെ കാരണം അത് ശാപമാണ്. അത് പിതാക്കന്മാരുടെയോ അതിൻ്റെ വല്യപ്പന്മാരുടെയോ ശാപമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സൗരന്മാരെ, നിങ്ങൾ ആ ഓഡിയൻസിനെ ഒന്ന് ശ്രദ്ധിക്കണം. അദ്ദേഹം പ്രസംഗിക്കുന്ന കേൾക്കുന്ന വിശ്വാസികളെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, അവരാരും പ്രത്യാശയുള്ളവരല്ല. ഒക്കെ നിരാശയോടെ മ്ലാനമായ മുഖത്തോടെ വിഷമിച്ചിരിക്കുകയാണ്. കാരണം ഈ എം.എ. വർഗീസ് എന്ന് പറയുന്ന മനുഷ്യൻ അവരെല്ലാം ശവിക്കപ്പെട്ടവരാണെന്നാണ് പറയുന്നത്. അപ്പോൾ ശവിക്കപ്പെട്ടവരായിരിക്കുന്നത് കൊണ്ട് ഇനി അവർക്ക് രക്ഷ പ്രാപിക്കാൻ ഒരു മാർഗവും ഇല്ല. കാരണം ആ ശാപത്തിൻ്റെ കീഴിലായി പോയി അവർ. അപ്പോൾ അങ്ങനെ എം.എ. വർഗീസ് അവരെ ശവിക്കപ്പെട്ടവരാക്കി തീർത്തു എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സമ്പത്ത് അനുഗ്രഹമാണ്, സമ്പന്നത എന്ന് പറയുന്നത് ദൈവം നൽകുന്ന അനുഗ്രഹമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതും യേശുക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകൾക്കും പുതിയ നിയമത്തിനും വിരുദ്ധമായ കാര്യമാണ്. അതിന് ഞാൻ 2 വാക്യങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുവാണ്. ഒന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യമാണ്. അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: അനന്തരം അവൻ ശിഷ്യന്മാരെ നോക്കി പറഞ്ഞത്, ദരിദ്രന്മാരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം നിങ്ങൾക്കുള്ളത്. അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞത് ദരിദ്രന്മാർ ഭാഗ്യവാന്മാരാണെന്നാണ് പറഞ്ഞത്. ഈ എം.എ. വർഗീസ് പറയുന്നത് ദരിദ്രന്മാർ ശപിക്കപ്പെട്ടവരാണെന്നാണ് പറയുന്നത്. ഈ ദാരിദ്ര്യം പിടിച്ച വിശ്വാസികൾ ഇടുന്ന സ്വോത്രകാഴ്ച ഇടുന്ന പൈസ എല്ലാം ചുക്കി ചുളുങ്ങിയതും അഴുക്കുള്ളതുമായതുകൊണ്ട് എം.എ. വർഗീസിൻ്റെ ക്യാഷ് എണ്ണുന്ന മിഷ്യൻ അത് എണ്ണൂലെന്നാണ് പറയുന്നത്. അതുകൊണ്ട് എം.എ. വർഗീസ് തേപ്പുവട്ടിക്ക് ആ നോട്ട് തേച്ച് എടുത്തതിന് ശേഷമാണ് മിഷ്യനിൽ വെച്ച് എണ്ണുന്നത്. അപ്പോൾ ദാരിദ്ര്യം എന്ന് പറയുന്നത് ശാപമാണ്. ദരിദ്രരുടെ പൈസ ദൈവസഭയ്ക്ക് ആവശ്യമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ യേശുക്രിസ്തു ഇവിടെ പറയുന്നത് ദരിദ്രന്മാരായ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്, കാരണം സ്വർഗരാജ്യം നിങ്ങൾക്കുള്ളതാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനി ഇതിന് തർക്കമുണ്ടാക്കുന്ന ഒരു വചനമാണ് മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്: ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. അപ്പോൾ ഇവിടെ ലൂക്കോസ് അത് എഴുതുമ്പോൾ ആത്മാവിൽ ദരിദ്രരായവർ എന്ന് എഴുതുന്നില്ല, ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ. അപ്പോൾ ഇത് മത്തായി സുവിശേഷം ആത്മാവിൽ ദരിദ്രരായവർ എന്ന് എഴുതിയേക്കുന്നത് കൊണ്ട് ഈ എം.എ. വർഗീസിനെ പോലെയുള്ളവർ പറയുന്നത് അത് ഭൗതികമായ ദാരിദ്ര്യമല്ല, ആത്മീയമായ ദാരിദ്ര്യത്തെക്കുറിച്ചാണ് പറയുന്നത് എന്നാണ് അവരുടെ വാദം. ഇനി അത് തെറ്റാണെന്ന് ലൂക്കോസ് 6:24 വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. ലൂക്കോസ് 6:20 വായിക്കുന്നത് ദരിദ്രന്മാരായ നിങ്ങൾ ഭാഗ്യവാന്മാരെന്നാണ് പറയുന്നത്. 6:24 വായിക്കുന്നത് എന്താണെന്നറിയോ? എന്നാൽ സമ്പന്നന്മാരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങളുടെ ആശ്വാസം നിങ്ങൾക്ക് ലഭിച്ചു പോയല്ലോ. ഇവിടെ ദരിദ്രൻ എന്ന് പറയുന്നത് ആത്മാവിൻ്റെ ദാരിദ്ര്യമാണെങ്കിൽ ഇവിടെ 24-ാം വാക്യത്തിൽ സമ്പന്നരായ നിങ്ങൾ എന്ന് പറയുന്നത് ആത്മാവിൽ സമ്പന്നരായിരിക്കണം. അപ്പോൾ ആത്മാവിൽ സമ്പന്നരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം എന്ന് യേശുക്രിസ്തു പറയൂ? ആത്മാവിൽ സമ്പന്നരായ ഒരു ഭാഗ്യവാന്മാരല്ലേ? മറിച്ച് യേശുക്രിസ്തു ഇവിടെ പറയുന്നത് സമ്പന്നന്മാരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികമായി സമ്പന്നന്മാരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം എന്നാണ് പറഞ്ഞേ. കാരണം അവർക്കിടെ ആശ്വാസം അവർക്ക് ലഭിച്ചു പോയി. അവരാഗ്രഹിക്കുന്നത് എന്തും ഇവിടെ സാധിക്കും. പണം കൊടുത്ത് അല്ലെങ്കിൽ സമ്പത്ത് കൊടുത്ത് അവരെന്ത് ആഗ്രഹങ്ങളും സാധിക്കും. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് അവർക്കിടെ ആശ്വാസം അവർക്ക് ലഭിച്ചു പോയി.
അപ്പം മത്തായിയുടെ സുവിശേഷത്തിൽ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞതുകൊണ്ട് അത് സാമ്പത്തിക ദാരിദ്ര്യമല്ല, ആത്മീയ ദാരിദ്ര്യമാണ് എന്ന് പറയുന്ന വ്യക്തികളോട് എനിക്ക് പറയുവാനുള്ളത് ഇതാണ്. ലൂക്കോസ് പറയുന്നത് 6:20 പറയുന്നത് ദരിദ്രന്മാരായ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നത് സാമ്പത്തികമായ ദരിദ്രന്മാർ തന്നെയാണ്, അല്ലാണ്ട് അത് ആത്മീയ ദരിദ്രന്മാരല്ല. അതിൻ്റെ തെളിവാണ് 24 വാക്യം. സമ്പന്നന്മാരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം. അവിടെ സമ്പന്നൻ എന്ന് പറയുന്ന ആത്മീയ സമ്പന്നനല്ല, ഭൗതികമായി തന്നെ സമ്പന്നനാണ്. അപ്പോൾ ദരിദ്രൻ ആത്മീയ ദരിദ്രനും സമ്പന്നൻ ആത്മീയ സമ്പന്നനുമല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് ഈ ലൂക്കോസ് പറയുന്നത് സമ്പന്നന്മാരായവർക്ക് അയ്യോ കഷ്ടമെന്നാണ്. പക്ഷേ എമ്മേവറീസ് എന്ന് പറയുന്ന ആ മനുഷ്യൻ പറയുന്നത് സമ്പന്നന്മാർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരും ദരിദ്രന്മാർ ദൈവത്തിൻ്റെ ശാപമുള്ളവരുമാണെന്നാണ് എമ്മേവറീസ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അത് തികച്ചും തെറ്റാണെന്നുള്ളതിനാണ് ഞാൻ ഈ വാക്യം ചൂണ്ടിക്കാണിച്ചത്. ഇനി ഈ വാക്യം ലൂക്കോസ് പറഞ്ഞതാണ് ശരി എന്ന് സ്ഥാപിക്കുന്ന ഒരു വാക്യം യാക്കോബിൻ്റെ ലേഖനത്തിലുണ്ട്. അതുകൂടി ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ലൂക്കോസ് പറയുന്ന കാര്യമാണ് സത്യം എന്നുള്ളതിന് ലൂക്കോസിനെ പിന്താങ്ങുന്ന ഒരു അപ്പോസ്തലനാണ് യാക്കോബ്. യാക്കോബ് പറയുന്ന കാര്യം എന്താണെന്ന് നോക്കാം. അത് 2-ാം അധ്യായം, യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യമാണ്. പ്രിയ സഹോദരന്മാരെ കേൾപ്പിൻ, ദൈവം ലോകത്തിൽ നിന്ന് ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരും തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത രാജ്യത്തിൻ്റെ അവകാശികളുമാകേണ്ടതിന് തിരഞ്ഞെടുത്തില്ലയോ? നിങ്ങളോ ദരിദ്രന്മാരെ അവമാനിച്ചിരിക്കുന്നു. പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ആ വാക്യം ശ്രദ്ധിക്കണം. ദൈവം ലോകത്തിൽ നിന്ന് ദരിദ്രരായവരെ തിരഞ്ഞെടുത്തു. എന്തിനാണെന്നറിയോ? വിശ്വാസത്തിൽ സമ്പന്നരാക്കുവാനും ദൈവം വാഗ്ദത്തം ചെയ്ത ദൈവരാജ്യത്തിൻ്റെ അവകാശികളാകുവാനും ദൈവം ദരിദ്രരെ തിരഞ്ഞെടുത്തു എന്നാണ് യാക്കോബ് പറയുന്നത്. അവിടെ ദരിദ്രരെ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ ആത്മാവിൽ ദരിദ്രരെ തിരഞ്ഞെടുത്തു എന്നല്ല. അതുകൊണ്ടാണ് ആ വാക്യത്തിൻ്റെ അവസാനം പറയുന്നത് നിങ്ങൾ ദരിദ്രരെ അപമാനിച്ചിരിക്കുന്നു. ഈ എമ്മേവറീസ് എന്ന് പറയുന്ന ആ പാസ്റ്ററൊക്കെ ദരിദ്രരെ വാസ്തവത്തിൽ അപമാനിക്കുകയും ചെയ്യുന്നത്. ദാരിദ്ര്യം ശാപമാണെന്നും പറഞ്ഞ് പെന്തക്കോസ്തു വിശ്വാസികളിൽ 98% പേരും ദരിദ്രരാണ്. അപ്പോൾ ദരിദ്രരായിരിക്കുന്നവർ ശാപഗ്രസ്തരാണെന്നും പറഞ്ഞ് എമ്മേവറീസിനെ പോലെയുള്ള സമ്പന്നന്മാരായ ശുശ്രൂഷകന്മാർ ഈ പാവം വിശ്വാസികളെ അപമാനിക്കുകയാണ് ചെയ്തത്. യാക്കോബ് പറയുന്നത് അങ്ങനെയാണ്, നിങ്ങളോ ദരിദ്രരെ അപമാനിച്ചിരിക്കുന്നു. ദാരിദ്ര്യം ശാപമാണെന്ന് പറഞ്ഞ് വിശ്വാസികളെ അപമാനിക്കുന്ന മനുഷ്യനാണ് ഈ എമ്മേവറീസ് എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹം പുതിയ നിയമം എന്താണെന്നോ സുവിശേഷം എന്താണെന്നോ അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകൾക്കും കർത്താവായ യേശുക്രിസ്തു നൽകിയ സുവിശേഷത്തിനും വിരോധമായി അദ്ദേഹം പറയുന്നത് വിശ്വാസികളെല്ലാം ഇന്ന് ശാപത്തിൻ്റെ കീഴിലാണ്, പണക്കാരെല്ലാം സമ്പന്നന്മാരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവരും ഒരു കേസ് വിജയിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ടവർ, മക്കളുണ്ടാവുന്നവർ അനുഗ്രഹിക്കപ്പെട്ടവർ എന്നെല്ലാമാണ് അദ്ദേഹം പറയുന്നത്. ഇനി മക്കളുണ്ടാകാത്തത് ശാപമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് ഞാനൊരു തെളിവ് നിങ്ങളോട് പറയാം. ഈ കുട്ടികളുണ്ടാകാത്തത് വിവാഹം കഴിച്ചിട്ട് 1 വർഷത്തിനുള്ളിൽ കുട്ടി ഉണ്ടാവണം, അല്ലെങ്കിൽ അങ്ങേയറ്റം പോയാൽ 2 വർഷം. 2 വർഷത്തിനുള്ളിൽ കുട്ടികൾ ഉണ്ടായില്ലെങ്കിൽ അത് ശാപമാണെന്നാണ് എമ്മേവറീസ് പറയുന്നത്. അത് അദ്ദേഹം പറയുന്നത് പൊട്ടത്തരമാണെന്നുള്ളതിന് ഞാൻ വേദപുസ്തകം ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്ന് ഒരു സംഭവം എടുത്ത് പറയാം. അതിന് ആധാരമായിട്ട് ഞാൻ 1-ാം അധ്യായത്തിൽ നിന്ന് 2 വാക്യം വായിക്കാം. 1-ാം അധ്യായം 6-ാം വാക്യം. അവിടെ എങ്ങനെയാണ് പറയുന്നത്? 5-ാം വാക്യം വായിക്കാം. സെക്കര്യാവ് എന്നു പേരുള്ള ഒരു പുരോഹിതനുണ്ടായിരുന്നു. അവൻ്റെ ഭാര്യ അഹരോൻ്റെ പുത്രിമാരിൽ ഒരുത്തിയായിരുന്നു. അവൾക്ക് എലീശബത്ത് എന്നു പേർ. ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരുമായിരുന്നു. ഇവർ എലിസബത്തും സെഖര്യാവും ദൈവസന്നിധിയിൽ നീതിയുള്ളവരായിരുന്നു, നീതിമാന്മാരായിരുന്നു എന്നാണ് വേദപുസ്തകം പറയുന്നത്. എന്നിട്ട് അതിൻ്റെ 7-ാം വാക്യത്തിൽ പറയുന്നത് എലിസബത്ത് മച്ചിയാകൊണ്ട് അവർക്ക് സന്തതിയില്ലായിരുന്നു. ഇരുവരും വയസ്സ് എന്നവരുമായിരുന്നു. ഇവർ കല്യാണം കഴിച്ച് പ്രായം ആയിട്ട് പോലും ഇവർക്ക് കുട്ടികളുണ്ടായില്ല. അപ്പോൾ എമ്മേവറീസിൻ്റെ കാഴ്ചപ്പാടിൽ ഈ എലിസബത്തും സെക്കര്യാവും ശപിക്കപ്പെട്ടവരാണ്. പക്ഷെ ഇവിടെ വേദപുസ്തകത്തിൽ പറയുന്നത് സെക്കര്യാവും എലിസബത്തും ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും നീതിമാന്മാരുമായിരുന്നു എന്നാണ്.
അപ്പോൾ ദൈവം മച്ചിയായിരുന്ന എലിസബത്തിനെ നീതിയുള്ളവളായിട്ട് അംഗീകരിച്ചെങ്കിൽ എമേവറീസ് അവൾ ശപിക്കപ്പെട്ടവരായിട്ട് അംഗീകരിക്കുന്നത്. ഇതെന്തൊരു ഉപദേശമാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അപ്പോൾ പുതിയ നിയമത്തിനും അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകൾക്കും പരിശുദ്ധാത്മാവിൻ്റെ പഠിപ്പിക്കലിനും എതിരാണ് ഈ എമേവറീസ് പറയുന്ന കാര്യം. അപ്പോൾ എലിസബത്തും സെക്കരിയാവും വൈസി എന്നവരാണ്. അവർക്ക് കല്യാണം കഴിച്ചിട്ട് എത്രയോ നാളുകൾ അവർ കുട്ടികളുണ്ടായിരുന്നു. അവരൊക്കെ ശപിക്കപ്പെട്ടവരാണോ? അബ്രഹാം 25 വർഷം മക്കളില്ലായിരുന്നു. അബ്രഹാം ശപിക്കപ്പെട്ടവരാണോ? ആ മക്കളില്ലാത്തവരെല്ലാം ശപിക്കപ്പെട്ടവരാണെന്നാണ് ഈ എമേവറീസ് പറയുന്നത്. എന്നാൽ വേദവസം പറയുന്നത് അവർ നീതിമാന്മാരാണെന്ന് പറയുന്നത്. അബ്രഹാമിന് മക്കളില്ലാതിരുന്നപ്പോൾ ദൈവം അവന് വാഗ്ദത്തം കൊടുത്തു. അബ്രഹാം മുഖാന്തരമായി സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്നാണ് പറഞ്ഞത്. ആ അനുഗ്രഹവും മക്കളെ കൊടുക്കുന്ന അനുഗ്രഹവും സമ്പത്ത് കൊടുക്കുന്ന അനുഗ്രഹവും അല്ല എന്നുള്ള കാര്യം ഈ എമേവറീസിന് അറിയത്തില്ല. അതറിയണമെങ്കിൽ ഗലാത്യ ലേഖനം 3-ാം അധ്യായം 14-ാം വാക്യം വായിക്കണം. അബ്രഹാമിലൂടെ ദൈവം വാഗ്ദത്തം ചെയ്ത അനുഗ്രഹം എന്ന് പറയുന്നത് ആ സകല ജാതികൾക്കും ദൈവം നൽകുന്ന ക്രിസ്തുവിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തമാണ്. അതാണ് അബ്രഹാമിലൂടെ സകല ജാതികൾക്കും ദൈവം നൽകിയ അനുഗ്രഹമെന്ന് ഗലാത്യ ലേഖനം 3-ാം അധ്യായം 14-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ഈ എമേവറീസ് എന്ന് പറയുന്ന അദ്ദേഹം പറയുന്നത് സമ്പത്താണ് അനുഗ്രഹം എന്നാണ് പറയുന്നത്. ദാരിദ്ര്യം ശാപമാണെന്നാണ് പറയുന്നത്. അങ്ങനെ വേദപുസ്തകത്തിൽ ആരും പഠിപ്പിച്ചിട്ടില്ല. അദ്ദേഹം എമേവറീസ് എന്ന് പറയുന്ന മനുഷ്യൻ മാത്രമേ ഇത് ശാപമാണ്, കുട്ടികളെ ഉണ്ടാകാതിരിക്കുന്നത് ശാപമാണ്, കുട്ടികൾ അലസിപ്പോകുന്നത് ശാപമാണെന്നൊക്കെ പഠിപ്പിക്കുന്ന ഈ എമേവറീസ് മാത്രമേ ഉള്ളൂ. ആ പ്രിയ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. എമേവറീസ് പറയുന്നത് ഞാൻ നിങ്ങളെ വാലല്ല തലയാക്കാമെന്നൊക്കെ ആവർത്തന പുസ്തകത്തിൽ നിന്ന് ചില ആശയങ്ങൾ എടുത്തുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. ഉയർച്ച പ്രാപിക്കുന്ന അനുഗ്രഹവും താഴ്ച പ്രാപിക്കുന്നത് ശാപവുമാണെന്നൊക്കെ അദ്ദേഹം പറയുന്നു. കുട്ടികൾ ഉണ്ടാകുന്നത് അനുഗ്രഹവും കുട്ടികൾ ഉണ്ടാകാത്തത് ശാപവുമാണെന്ന് അദ്ദേഹം പറയുന്നു. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നു സമ്പത്ത് അനുഗ്രഹവും ദാരിദ്ര്യം ശാപവുമാണെന്ന് പറയുന്നു. അപ്പോൾ അദ്ദേഹം ഈ ലൂക്കോസിൽ സുവിശേഷത്തിൽ യേശുക്രിസ്തു പഠിപ്പിച്ച കഥയൊന്നും അദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ട്. അതായത് ധനവാനി ലാസറിൻ്റെ സംഭവം ഉണ്ടല്ലോ, യേശുക്രിസ്തു പഠിപ്പിച്ച ധനവാനി ലാസറിൻ്റെ സംഭവം. ആ സംഭവത്തിൽ യേശുക്രിസ്തു ധനവാന്റെ പേര് പോലും പറയുന്നില്ല. അപ്പോൾ യേശുക്രിസ്തു ധനവാന്റെ പേര് പോലും പറയാതെ ദരിദ്രനായ ലാസറിനെ കുറിച്ച് പറയുകയും ലാസറിനെ ദൈവം മാനിച്ചതും അവൻ പർദീസയിൽ ഇരിക്കുന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ ദരിദ്രനെ ദൈവം അംഗീകരിക്കുന്നു. യാക്കോബ് പറയുന്നത് എങ്ങനെയാണല്ലോ, ദരിദ്രരായവരെ ദൈവം ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു. എന്തിന്? വിശ്വാസത്തിൽ സമ്പന്നരാക്കുവാൻ, പണം കൊടുത്ത് സമ്പന്നനാക്കാൻ വേണ്ടിയിട്ടല്ല. എമേവറീസ് പറയുന്നത് പണം കൊടുത്ത് സമ്പന്നമാക്കുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണെന്നാണ് പറയുന്നത്. ഇവിടെ യാക്കോബ് പറയുന്നത് അങ്ങനെയല്ല. ദൈവം ലോകത്തിൽ നിന്ന് ദരിദ്രരായവരെ തിരഞ്ഞെടുത്തത് വിശ്വാസത്തിൽ സമ്പന്നരാക്കാനും ദൈവരാജ്യം അവർക്ക് കൊടുക്കാനും വേണ്ടിയിട്ടാണ് എന്നാണ് യാക്കോബ് പറയുന്നത്. പക്ഷേ ഈ ലോകത്തിലെ ധനവാന്മാരാണ് അവരെ അവമാനിച്ചത്. അപ്പോൾ യാക്കോബ് പറയുന്നത് ദരിദ്രരെ നിങ്ങൾ അപമാനിച്ചിരിക്കുന്നു. അപ്പോൾ എന്നെ ശ്രദ്ധിക്കുന്ന സൗരസൗരന്മാരെ ഞാൻ നിങ്ങളോട് പറയാം, ഈ വേദപണ്ഡിതന്മാരായിരിക്കുന്ന എമേവറീസിനെ പോലെയുള്ളവരെല്ലാം ദൈവദാസന്മാരാണെന്ന് നിങ്ങൾ അന്ധമായി വിശ്വസിച്ചുകൊണ്ട് അവർ പറയുന്നതെല്ലാം അപ്പാടെ നിങ്ങളങ്ങ് സ്വീകരിക്കരുത്. അപ്പാടെ സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരും. കാരണം സുവിശേഷം എന്ന് പറയുന്നത് മനുഷ്യനെ നിരാശപ്പെടുത്തുന്ന കാര്യമല്ല, അവന് പ്രത്യാശ നൽകുന്ന കാര്യമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിങ്ങനെ പറയാം, മക്കളുണ്ടാകാത്തത് ശാപമാണെന്ന് ഒരു വ്യക്തി പഠിപ്പിക്കുമ്പോൾ അത് അനുഗ്രഹമാണെന്ന്, അല്ലെങ്കിൽ മക്കളുണ്ടാകാതിരിക്കുന്നത് ദൈവത്തിൻ്റെ ശാപമല്ല, അതിൻ്റെ കാരണം അതല്ല എന്ന് പറയുന്നതാണ് സുവിശേഷം. അതായത് ന്യായപ്രമാണത്തിൻ്റെ ശാപമുണ്ടായിരുന്ന നിങ്ങളെ ന്യായപ്രമാണത്തിൽ നിന്ന് യേശുക്രിസ്തു വിലയ്ക്ക് വാങ്ങി എന്ന് പറയുന്നതാണ് സുവിശേഷം. ഇപ്പോൾ നിങ്ങൾ ന്യായപ്രമാണത്തിൻ്റെ കീഴിലല്ല, ശാപത്തിൻ്റെ കീഴിലല്ല എന്ന് പഠിപ്പിക്കുന്നതാണ് സുവിശേഷം. അത് ചുമ്മാ പഠിപ്പിക്കുമല്ലോ, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയണം. ഇപ്പോൾ ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൻ്റെ കീഴിലല്ല, അതിൽ നിന്ന് ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി എന്ന് പറയുമ്പോഴാണ് കേൾവിക്കാർക്ക് സ്വാതന്ത്ര്യവും സന്തോഷവും ഉണ്ടാകത്തുള്ളൂ. ഇദ്ദേഹം പ്രസംഗിക്കണ കേൾക്കുന്ന വിശ്വാസികളെല്ലാം ഇങ്ങനെ നിരാശപ്പെട്ടിരിക്കുക, ഒരു പ്രത്യാശയുമില്ല. കാരണം അപ്പടി ശാപത്തിൻ്റെ കീഴിലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ പറയട്ടെ സൗരന്മാരെ, യേശുക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? യേശുക്രിസ്തു മുടന്തനെ സൗഖ്യമാക്കി, യേശുക്രിസ്തു കുരുടനെ സൗഖ്യമാക്കി, യേശുക്രിസ്തു ചെകിടനെ സൗഖ്യമാക്കി. ഈ എമേവറീസ് പറയുന്നത് ഈ അംഗവൈകല്യമുള്ളവരെല്ലാം ശപിക്കപ്പെട്ടവരാണെന്നാണ് പറയുന്നത്. അപ്പോൾ യേശുക്രിസ്തു ഈ ശപിക്കപ്പെട്ടവരെയൊക്കെ സ്വതന്ത്രരാക്കിയ കാര്യം ഈ എമേവറീസിന് അറിയാൻ പാടില്ലെന്ന് തോന്നുന്നു.
എം എ വർഗീസിൻ്റെ കാഴ്ചപ്പാടിൽ അംഗവൈകല്യമുള്ളവർ, വികലാംഗര്, കണ്ണുപൊട്ടന്മാർ, ഇവരൊക്കെ എന്താണെന്നറിയോ, സംസാരിക്കാൻ കഴിയാത്ത ഊമര. അദ്ദേഹം പറയുന്നത് ചിലർക്ക് നാക്കില്ല, ചിലർക്ക് കുറുനാക്കില്ലാതൊക്കെ ഉണ്ടാകുന്നതിൻ്റെ കാരണം ശാപമാണെന്നാണ് പറയുന്നത്. അപ്പോൾ യേശുക്രിസ്തു നാക്കില്ലാത്തവനെയും സംസാരിക്കാൻ കഴിയാത്തവനെയും കാണാൻ കഴിയാത്തവനെയും കേൾക്കാൻ കഴിയാത്തവനെയും നടക്കാൻ കഴിയാത്തവനെയും വരണ്ട കൈയുള്ളവനെയും ഒക്കെ യേശുക്രിസ്തു സൗഖ്യമാക്കി വിടുവിച്ചു. അവനെയൊക്കെ അവനെ ബന്ധിച്ചിരുന്ന ബന്ധനത്തിൽ നിന്ന് കർത്താവായ യേശു വിടുവിച്ചു എന്നുള്ളതാണ്. ഈ സത്യം എം എ വർഗീസിന് മനസ്സിലായിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ യേശുക്രിസ്തു എം എ വർഗീസ് പറയുന്നത് പോലെ ഈ കുരുടൻ ശാപഗ്രസ്തനാണെങ്കിൽ, ചെകിടൻ ശാപഗ്രസ്തനാണെങ്കിൽ, ഊമൻ ശാപഗ്രസ്തനാണെങ്കിൽ, മുടന്തൻ ശാപഗ്രസ്തനാണെങ്കിൽ ആ ശാപത്തിൽ നിന്നൊക്കെ യേശുക്രിസ്തു അവനെ രക്ഷിക്കുകയോ ചെയ്തത്. അത് എം എ വർഗീസിന് മനസ്സിലായിട്ടില്ലേ? അപ്പോൾ ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ വെച്ചുകൊണ്ട് അവൻ ജീവൻ നൽകിക്കൊണ്ട് നമുക്ക് വേണ്ടി ശാപമായി തീർന്നുകൊണ്ട് അവൻ സകല ശാപത്തിൽ നിന്നും നമ്മെ വീണ്ടെടുത്തു എന്നുള്ളതാണ്. വിലയ്ക്ക് വാങ്ങി. എന്തിനാണെന്നറിയോ? അബ്രഹാമിലൂടെ ദൈവം വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിനെ നാം പ്രാപിക്കേണ്ടതിനു വേണ്ടി. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 13-14 വാക്യങ്ങൾ നിങ്ങൾ വായിക്കണം. ഇനിയിപ്പോൾ ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്ന ആ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ എം എ വർഗീസ് ശവിക്കപ്പെട്ടവനാണെന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. എം എ വർഗീസ് ശവിക്കപ്പെട്ടവനാണെന്ന് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 8-ഉം 9-ഉം വാക്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. 8-ാം വാക്യം ഇങ്ങനെയാണ്: എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. അപ്പോൾ അപ്പോസ്തലനായ പൗലോസും സില്ലാനാസും എല്ലാം നമ്മളോട് പറഞ്ഞ സുവിശേഷത്തിന് വിരോധമായി വേറൊരു സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ എം എ വർഗീസ് ശപിക്കപ്പെട്ടവനാണെന്ന് നമുക്ക് പറയാം. കാരണം പൗലോസ് അപ്പോസ്തലനെ അറിയിച്ച സുവിശേഷത്തിനും കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ സുവിശേഷത്തിനും എതിരായി പ്രസംഗിക്കുന്നവനാണ് എം എ വർഗീസ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ശപിക്കപ്പെട്ടവനാണെന്നാണ് ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാവുന്നത്. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. അത് തന്നെ 9-ാം വാക്യത്തിൽ പറയുകയാണ്: ഞങ്ങൾ മുൻ പറഞ്ഞതുപോലെ ഞാൻ ഇപ്പോൾ പിന്നെയും പറയുന്നു, നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. അപ്പോൾ വേദപുസ്തകം നൽകുന്ന സുവിശേഷത്തിന് വിരുദ്ധമായി ആരെങ്കിലും പ്രസംഗിച്ചാൽ പ്രസംഗിക്കുന്നവനാണ് ശപിക്കപ്പെട്ടവൻ. അപ്പോൾ ന്യായപ്രമാണത്തിൻ്റെ ശാപം ഉണ്ടെന്നും പറഞ്ഞ് ഇന്ന് ഏതെങ്കിലും ഒരു സുവിശേഷകൻ പ്രസംഗിച്ചു കഴിഞ്ഞാൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്രസംഗിക്കുന്നവനാണ് ശപിക്കപ്പെട്ടവൻ, അല്ലാണ്ട് പ്രസംഗം കേൾക്കുന്നവരല്ല. അപ്പോൾ പ്രിയ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ തെറ്റിപ്പോകാതിരിക്കണമെങ്കിൽ നിങ്ങൾ ദൈവവചനത്തെ നന്നായി മനസ്സിലാക്കണം. പുതിയ നിയമം എന്താണെന്നും പഴയ നിയമം എന്താണെന്നും ഈ എം എ വർഗീസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല. സുവിശേഷം എന്താണെന്നും അല്ലെങ്കിൽ ദൈവം തിരഞ്ഞെടുത്തത് ആരെയാണെന്നുള്ള സത്യം എം എ വർഗീസിന് മനസ്സിലായിട്ടില്ല. സമ്പന്നന്മാരെ ദൈവം കൈക്കൊള്ളുന്നില്ല. സമ്പന്നനായ മനുഷ്യൻ സ്വർഗരാജ്യത്തിൽ പോകണമെങ്കിൽ ഒട്ടകം സൂചിക്കുഴയിലൂടെ കടന്നാലേ പറ്റത്തുള്ളൂ എന്ന് യേശുക്രിസ്തു പറഞ്ഞു. അതും എം എ വർഗീസിന് മനസ്സിലായിട്ടില്ല. എം എ വർഗീസ് ഇപ്പോഴും സമ്പന്നന്മാരെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുക. സമ്പത്ത് ദൈവിക അനുഗ്രഹമാണെന്നും സമ്പന്നന്മാർക്ക് മാത്രമാണ് സ്വർഗരാജ്യമുള്ളത്, ദരിദ്രർ ശപിക്കപ്പെട്ടവരാണെന്നും അവർക്ക് യാതൊരു നന്മയില്ല എന്നും പറഞ്ഞ് അവരെ വിഷമിപ്പിച്ചും വേദനിപ്പിച്ചും ദുഃഖിപ്പിച്ചും കൊണ്ട് എം എ വർഗീസ് പ്രസംഗിച്ചുകൊണ്ട് നടക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ വീഡിയോ ശ്രദ്ധിക്കുന്ന നിങ്ങളോട് ഞാൻ പറയാം, സമ്പന്നൻ, അതായത് ഭൗതികമായി സമ്പന്നനുള്ളവനെ ദൈവം അംഗീകരിക്കുന്നില്ല. മറിച്ച് ദൈവം ലോകത്തിൽ നിന്ന് ദരിദ്രരായവരെ തിരഞ്ഞെടുക്കുകയും അവരെ വിശ്വാസത്തിൽ സമ്പന്നരാക്കി, പണത്തിൽ സമ്പന്നരാക്കി എന്നല്ല, സമ്പത്തുകൊണ്ട് സമ്പന്നരാക്കി എന്നല്ല, അവരെ വിശ്വാസത്തിൽ സമ്പന്നരാക്കുകയും അവരെ ദൈവരാജ്യത്തിന് അവകാശികളാക്കുകയും ചെയ്തു എന്നുള്ളതാണ് സുവിശേഷം. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിലായിരുന്ന അംഗവൈകല്യമുള്ള വികലാംഗരെ, ബധിരരെ, മൂകരെ, ഊമരെ ഒക്കെ കർത്താവ് സ്വതന്ത്രരാക്കി. ന്യായപ്രമാണത്തിൽ നിന്ന് കർത്താവ് സകല ശാപഗ്രസ്തരെയും വിടുവിച്ചു. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി, നമ്മളെ വീണ്ടെടുത്തു. ഇന്ന് നാം ശാപഗ്രസ്തരല്ല, നമ്മളിന്ന് അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ദരിദ്രന്മാരായ നിങ്ങൾ ഭാഗ്യവാന്മാർ. നമ്മൾ ഭാഗ്യവാന്മാരാണ്.
അപ്പോൾ നമ്മൾ ശപിക്കപ്പെട്ടവരാണെന്ന് ഒരു ശപിക്കപ്പെട്ടവൻ സ്റ്റേജിൽ നിന്ന് പറയുവാണ്. കേൾക്കുന്ന വിശ്വാസികൾ ശപിക്കപ്പെട്ടവരാണെന്ന് ഒരു ശപിക്കപ്പെട്ടവൻ സ്റ്റേജിൽ നിന്ന് പറയുകയാണ്. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന സഹോദരന്മാരെ ഞാൻ നിങ്ങളോട് പറയാം, ഈ പൗലോസപ്പോസ്തലനും കർത്താവായ യേശുക്രിസ്തുവും സംസാരിച്ച പുതിയ നിയമത്തിനും സുവിശേഷത്തിനും വിരുദ്ധമായി ആരെങ്കിലും സുവിശേഷം പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവനാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗലാത്യർ 1:8-9 അടിസ്ഥാനത്തിൽ എമ്മേവറീസാണ് ശപിക്കപ്പെട്ടവൻ, ആ കേൾവിക്കാരല്ല ശപിക്കപ്പെട്ടവർ. അപ്പോൾ ദൈവവചനത്തിൻ്റെ സത്യം മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെയുള്ള ഉപദേശങ്ങളെ നിങ്ങൾ പുറന്തള്ളണം, അത് അംഗീകരിക്കരുത്, സ്വീകരിക്കരുതെന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ദൈവമായ കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കുന്ന പക്ഷം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.